इस गहराई में चलो हम डूबे, इस गहराई में चलो हम डूबे, इस गहराई में चलो हम डूबे। ഞാൻ അലക്സ്, പുത്തൻപുരയ്ക്കൽ അലക്സ് കുര്യൻ. ഇവിടെ പെട്ടുപോയിട്ട് എത്ര നേരമായെന്ന് എനിക്കറിയില്ല. മണിക്കൂറുകൾ, ദിവസങ്ങൾ, ഒന്നും അറിയില്ല. ഇപ്പം രാത്രിയാണോ പകലാണോ എന്ന് പോലും എനിക്കറിയില്ല. കുട്ടിക്കാലത്ത് കറണ്ട് പോകുമ്പോൾ ഞാൻ 100 വരെ എണ്ണുമായിരുന്നു. അതിനുള്ളിൽ കറണ്ട് വരുന്നുള്ള പ്രതീക്ഷയുടെ ആയിരുന്നു ആ എണ്ണ. ആ കളി ഇവിടെ ഏക്കുമോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും എന്നെ ഈ അഴുക്കുചാലിൽ നിന്ന് പുറത്തെടുക്കും വരെ എൻ്റെ മനസ്സിനും തലച്ചോറിനും ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ ഞാൻ എണ്ണിക്കൊണ്ടേയിരുന്നു. എന്നെ കൂടുതൽ വിഷമിപ്പിച്ചത് എൻ്റെ ഈ അവസ്ഥയ്ക്ക് എനിക്ക് കുറ്റപ്പെടുത്താൻ ഒരാളും ഇല്ല എന്നതായിരുന്നു. എല്ലാം എൻ്റെ ചെയ്തികളുടെ ഫലം, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്ന കൊച്ചു ടൗണിലുള്ള പുത്തൻപുരയ്ക്കൽ എന്ന പ്രസിദ്ധമായ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അപ്പച്ചൻ ഒരു ഓൾഡ് ജനറേഷൻ അച്ചായനായിരുന്നു, ഒരു തനി അച്ചായൻ. ഞങ്ങളുടെ കുടുംബത്തിലെ ആണുങ്ങളുടെ പുരുഷത്വവും ആഭിജാത്യവും ഒക്കെ അളക്കുന്നത് അവരുടെ കുട്ടികളുടെ എണ്ണം നോക്കിയാണ്. നമസ്കാരം. നമസ്കാരം. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. കുടുംബാസൂത്രണം ചെയ്യുന്നവർക്ക് സർക്കാർ 100 രൂപയും ബക്കറ്റും കൊടുക്കുന്നുണ്ട്. ഓ ആയിക്കോട്ടെ, സാറന്മാരത് നിൽക്കണേ, ഞാനിപ്പം വരാം. പേരുകളെ, എന്റെ ആണത്തത്തിന് വില പറയാൻ വന്നിരിക്കുന്നു. വെച്ചേക്കില്ല ഞാൻ. ഓടാ ഓടാ. അയ്യോ ഓടിക്കോ, കിളവന് വെടി നിർത്താൻ ഉദ്ദേശമില്ല. ഇത് പുത്തൻപുരയ്ക്കൽ തറവാട്. പേരിലൊരു പുത്തനുണ്ടെങ്കിലും 100 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ തറവാടിന്. ഈ ഇരിക്കുന്നതാണ് പുത്തൻപുരയ്ക്കൽ വർക്കി, എൻ്റെ വല്യപ്പച്ചൻ. വല്യപ്പച്ചന് 13 പിള്ളേരുണ്ടായിരുന്നു. ഈ തൂക്കിയിട്ടിരിക്കുന്നതാണ് പുള്ളിയുടെ അപ്പൻ, പുത്തൻപുരയ്ക്കൽ അന്തോണി. പുള്ളിക്ക് 12 മക്കളുണ്ടായിരുന്നു. ദേ എൻ്റെ അപ്പൻ ഇരിക്കുന്നുണ്ടില്ലേ, പുള്ളിയും തല്ലിക്കൂട്ടി 13 മക്കളെ. ഇത്രയൊക്കെ ആയപ്പോ തറവാട്ടിലൊരു പൂരത്തിനുള്ള ആളായി. പാരമ്പര്യം നല്ല സ്വത്തുണ്ടായിരുന്നുകൊണ്ട് വീട്ടിൽ രാത്രി കിടക്കാൻ സ്ഥലത്തിനല്ലാതെ മറ്റൊന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. വീട്ടിലെ വോട്ടർമാരുടെ എണ്ണവും സ്വത്തും കുറെ അധികം ഉള്ളതുകൊണ്ട് പാമ്പാടിയിലെ രാഷ്ട്രീയത്തിലും പള്ളിയിടവകയിലും തറവാട്ടുകാർക്ക് നല്ല പിടിയായിരുന്നു. ചുരുക്കി പറഞ്ഞ ജീവിതം പരമസുഖം. പക്ഷെ ഇതുകൊണ്ടൊന്നും അപ്പച്ചൻ ജീവിതത്തിൽ ഒട്ടും സംതൃപ്തനായിരുന്നില്ല. പാരമ്പര്യം അനുസരിച്ച് വല്യപ്പാപ്പന് 12ഉം വല്യപ്പച്ചന് 13 പിള്ളേരായതുകൊണ്ട്
അപ്പച്ചന് 14 വേണമെന്നായി. 14-ാമനില്ലാത്തതിന്റെ വിഷമം അപ്പച്ചനെ അലട്ടിക്കൊണ്ടേയിരുന്നു. അപ്പച്ചൻ അമ്മച്ചിയെ. പക്ഷെ അധ്വാനിയായ അപ്പച്ചൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അപ്പച്ചൻ പൊരുതി ജയിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ കർത്താവിന്റെ പ്ലാൻസ് വേറെയായിരുന്നു. പിന്നത്തെ 2 ശ്രമങ്ങളും പാളി. പിന്നെ ഒന്ന് കലങ്ങി. പിടിവാശിയും അഹങ്കാരവും കൂടപ്പുറപ്പായിരുന്ന അപ്പച്ചൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവസാനം കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും 14-ാമത്തെ പുത്രനായി ഞാൻ ജനിച്ചു. അലക്സ് കുര്യൻ പുത്തൻപുരയ്ക്കൽ. അപ്പോഴേക്കും അപ്പച്ചന് പ്രായം 58, അമ്മച്ചിക്ക് 48, എന്റെ മൂത്ത പെങ്ങൾക്ക് 30, എന്റെ അനന്തരവൻ എന്നേക്കാൾ 10 വയസ്സ് മൂത്തത്. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ അമ്മച്ചി മരിച്ചു. അമ്മച്ചിയുടെ മുഖം എനിക്ക് ഓർമ്മയില്ല. ആകെ ഓർമ്മയുള്ളത് അമ്മച്ചിയുടെ കയ്യിലെ ചമ്മന്തി അരച്ച മണവും നീണ്ട മുടിയിലെ താളിയുടെ സുഖമുള്ള മണവുമാണ്. 14-ാമൻ കഥ നാട്ടിൽ പാട്ടായി. ഞാനൊരു കൗതുക വസ്തു. ഞാൻ വെറും യൂസ്ലെസ് ആണെന്ന് തോന്നൽ എനിക്ക് എന്നും ഉണ്ടായിരുന്നു. എൻ്റെ ജനനം തന്നെ 14 തേക്കാൻ വേണ്ടി അപ്പച്ചൻ കാണിച്ച പരാക്രമത്തിന്റെ ഫലമാണെന്നുള്ള തോന്നലാവും. ആ വലിയ വീട്ടിൽ കൂടെ കളിക്കാൻ കൂട്ടുകാരില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് വളർന്നു. അമ്മച്ചിയുടെ മരണശേഷം അപ്പച്ചനാകെ മാറി. പിടിവാശി കൂടി, ദേഷ്യം കൂടി, വീട്ടുകാരുമായിട്ടുള്ള അടിപിടിയും കൂടി. അപ്പച്ചനെ സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഓരോരുത്തരായി അവരവരുടെ ഷെയർ വാങ്ങിപ്പോയി. അവസാനം ആ വലിയ വീട്ടിൽ അപ്പച്ചനും അപ്പച്ചന്റെ 14-ാമനായ ഞാനും മാത്രമായി. കുറച്ചുനാൾ കഴിഞ്ഞ് കാലൻ അപ്പച്ചന്റെ ചീട്ടം കീറി. 2 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സ്വത്തും എന്നെയും ബാക്കി വെച്ചിട്ട് അപ്പച്ചനും പോയി. മനസ്സും മുടി ഒരുപോലെ കാട് പിടിച്ചപ്പോൾ എസ്റ്റേറ്റ് മാനേജറായ ജോയ് അങ്കിളിന്റെ നിർബന്ധപ്രകാരം ഞാൻ കൊച്ചിയിലെ പൂട്ടിക്കിടന്ന വീട്ടിലേക്ക് താമസം മാറ്റി. സർവകലാശാലയിലെ ലാലേട്ടനെ പോലെ 27-ാം വയസ്സിൽ ഞാൻ MA-ക്ക് ചേർന്നു. ലാലേട്ടന് 3 മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ ഒരേ ഒരു ജസ്റ്റ് പാസ് ഡിഗ്രി, അതും ഫ്രം പാമ്പാടി. പിന്നെ ആവശ്യത്തിലധികം കാശും ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള അഹങ്കാരം. പിന്നെ എപ്പോഴോ ഞാൻ പോലും അറിയാതെ എൻ്റെ കൂടെ കൂടിയ ഇത്തിൽ കണ്ണിയായ കൂട്ടുകാരനും സദ്ദാം ഹുസൈൻ. എടാ ആ ബെല്ലടിക്കുന്ന കേൾക്കണില്ലേ? നിനക്കാ ഡോറും തുറന്നത്? എന്നെ കാണാൻ ഇവിടെ ആര് വരാനാ? നിന്നെ ആയിരിക്കും, നീ പോയി നോക്ക്. ഈ വെളുപ്പ് എടാ കുറച്ച് ദൂരം ഒന്ന് സംസാരിച്ചോ, ഇല്ല വായ കയ്യിൽ മണമില്ല. ജോയങ്ങളോ ഇന്നലെ കമ്മിൻസൈഡ് കഴിഞ്ഞ് കിടന്നപ്പോൾ ലേറ്റായി. അതാ ബെല്ലടിച്ചപ്പോൾ അത് ഈ റബ്ബറിനൊക്കെ പഴയതുപോലെ മാർക്കറ്റൊന്നുമില്ല. വരവനുസരിച്ച് ചിലവ് ചെയ്തില്ലെങ്കിലേ എത്ര സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതുപോലുള്ള അധികപ്പറ്റായ ചിലവൊക്കെ ഒന്ന് കുറയ്ക്കണം. അറ്റ്ലീസ്റ്റ് പഠിത്തം കഴിയുന്നവരൊക്കെയെങ്കിലും കമ്പനി അക്കൗണ്ടിൽ നിന്ന് ഒരു ചില്ലി കാശി ചോദിക്കരുത്. അപ്പോൾ നിന്റെ തീരുമാനം ഒന്ന് അറിയിക്കേ. ഇവിടെ പഠിത്തമൊന്നുമല്ല നടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയെങ്കിലും ഇതൊക്കെ മതിയാക്കി അപ്പനായിട്ടുണ്ടാക്കിയ കാശ് ഇങ്ങനെ മുടിപ്പിക്കണോ?